ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഏറെ ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ലോക്സഭയിൽ BJP, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP കൊണ്ടുവന്ന സ്ത്രീ സംവരണ ബിൽ പാസ്സായില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ സ്ത്രീ സംവരണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് BJPക്ക് മറ്റൊന്നായിരുന്നു. കാര്യം ഇപ്പോ ഭൂരിപക്ഷം അവർക്കില്ലല്ലോ, നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിയുന്ന ഭൂരിപക്ഷമല്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. അത് മറികടക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ സീറ്റ് അവർക്ക്, അതായത് കുറച്ചുകൂടി അവർക്ക് ഉതകുന്ന രീതിയിലുള്ള, നമുക്കറിയാം വടക്കേ ഇന്ത്യയിലും ഡിവൈഡ് ചെയ്തുകൊണ്ട് മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ട് കുറെ കൂടെ സ്ത്രീകളെ, അതായത് BJPക്കാരായ സ്ത്രീകളെ പാർലമെന്റിൽ, ലോക്സഭയിൽ കൊണ്ടുവന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, ബില്ലുകൾ പാസ്സാക്കണം എന്നുള്ള അജണ്ട വെച്ചിട്ടാണ് BJP അങ്ങനൊരു സ്ത്രീ സംവരണം കൊണ്ടുവന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു, അത് മറ്റു പാർട്ടികൾ ആരോപിക്കുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇന്നലെ ഉണ്ടായത്. കാരണം നമുക്കറിയാം BJPയുടെ ഈ ഒരു പരാജയം ആദ്യമായിട്ടാണ്, ഈ ഒരു 11 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് BJP കൊണ്ടുവന്ന ഒരു ബില്ല് പരാജയപ്പെടുന്നത്. ഇതോടുകൂടി രാജ്യത്തൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഒന്നിന്റെയും അവസാന വാക്കല്ല BJP എന്നുള്ളത് രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു പ്രതീക്ഷയാണ് ഇന്നലെ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൈവന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമുക്കറിയാം ലോക്സഭയിൽ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അത് ഇന്നലെ BJPക്ക് നേടാൻ കഴിഞ്ഞില്ല. വെറും 282 വോട്ടുകൾ മാത്രമേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ ബില്ല് പരാജയപ്പെട്ടു. അപ്പോൾ പരാജയപ്പെട്ടപ്പോൾ കുറെ ആളുകൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അത് സ്ത്രീ സുരക്ഷയ്ക്ക്, അല്ല സ്ത്രീ സംവരണത്തിന് പ്രതികൂലമായി നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കോൺഗ്രസും അതുപോലുള്ള മറ്റു പാർട്ടികളും ആഗ്രഹിക്കാത്തത് കൊണ്ടാണെന്നൊക്കെയുള്ള BJP സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് കാര്യം ചിന്തിക്കുക. ഒന്ന്, ഈ വാർത്ത കാണുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ എത്ര സ്ത്രീ MP-മാർ ലോക്സഭയിൽ BJPക്ക് ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഒപ്പം തന്നെ BJPയുടെ പല MP-മാരും എത്ര സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാണെന്ന് കൂടി ഒന്ന് കണക്കെടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ മതി. ഒന്ന് BJPക്ക് എത്ര സ്ത്രീ MP-മാർ ഉണ്ട്. 2, BJPയുടെ എത്ര MP-മാർ സ്ത്രീ പീഡന കേസുകളിലും മറ്റും പ്രതികളായിട്ടുള്ളവരുണ്ട്. 3, ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ സതുദ്ദേശം അല്ലെങ്കിൽ ദുരുദ്ദേശം എന്ന് പറയുന്നത്, BJPയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് പാർലമെന്റിലും അതുപോലെ രാജ്യസഭയിലും ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെ അവരുടെ സീറ്റുകളിൽ വിജയിപ്പിച്ചെടുത്ത് കൊണ്ടുവന്ന് സ്ത്രീ സംവരണം എന്ന പേരിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമായിരുന്നു. ഇന്നലെ അത് പരാജയപ്പെടുത്തി കളഞ്ഞു. കോൺഗ്രസും അതുപോലെ സഖ്യ പാർട്ടികളും ചേർന്നുകൊണ്ട് ആ ഒരു BJP കൊണ്ടുവന്ന ബില്ലിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞു. ഇതോടുകൂടി ഒരു പ്രതീക്ഷ, അതായത് BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇവിടെ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യത്തിന്റെ അന്ത്യമാണ് ഇന്നലെ കുറിച്ചത്. ഈ ഒരു പരാജയം, BJPക്ക് ലോക്സഭയിൽ ഉണ്ടായ ഒരു പരാജയം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു പ്രതീക്ഷയേകുന്നു, ഒരു പുതു വസന്തമേകുകയാണ്. തീർച്ചയായും ഇത്തരം ബില്ലുകൾ, അതായത് സതുദ്ദേശമല്ലാത്ത എല്ലാ ബില്ലുകളെയും ഇതുപോലെ പരാജയപ്പെടുത്തി ഭരണഘടന മുന്നിൽ നയിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും ഒരുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ, മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്ന ഭാരതം, ഇന്ത്യ ആയി മുന്നോട്ട് പോവുകയുള്ളൂ.